ഇനി അൻവർ നാളെ മത്സരിക്കുകയാണ്. അൻവറിനെ സംബന്ധിച്ച് വളരെ എന്താണ് പറയുക, ഒരു ലോങ് ടൈം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയാം. അതിൻ്റെ കാരണം അദ്ദേഹം മത്സരിച്ചാൽ ആ മത്സരത്തിൻ്റെ ഫലം അദ്ദേഹം ജയിക്കുക എന്നുള്ളതായിരിക്കണമല്ലോ. അത് ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. അത് അൻവറിനും അറിയാം, അവിടുത്തെ വോട്ടർമാർക്കും അറിയാം. അദ്ദേഹം ഒറ്റയ്ക്ക് ജയിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ അദ്ദേഹം തോൽപ്പിക്കണം. ആരെ തോൽപ്പിക്കണം? അത് പിണറായി വിജയനെ തോൽപ്പിക്കണോ, അതല്ല ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കണോ? പിണറായി വിജയൻ എന്ന് പറയുന്നത് സ്വരാജിനെ തോൽപ്പിക്കണോ, അതോ ആര്യാടനെ തോൽപ്പിക്കണോ? ആര്യാടനെ തോൽപ്പിച്ചാലേ അൻവറിന് പിന്നെ നിലനിൽപ്പുള്ളൂ. അതായത് അൻവർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ്, ഞാൻ പിണറായി വിജയനെ തോൽപ്പിക്കുകയാണ്, LDF എന്ന് അറിയുന്നതാണ്. ഇനി അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ സ്വരാജിനെ തോൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. അദ്ദേഹം മത്സരിച്ച് സ്വരാജ് തോറ്റുപോയി എന്ന് വെച്ചാൽ അവിടെ ഒന്നും സംഭവിക്കാനില്ല. ആര്യാടൻ ജയിക്കുകയാണെന്ന് വെച്ചാൽ അൻവറിനും ഒന്നും കിട്ടാനില്ല, ആർക്കൊന്നും കിട്ടാനില്ല. അവിടെ ആര്യാടൻ ജയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം ആര്യാടൻ ഷൗക്കത്ത് തോക്കുവാണെങ്കിലോ, ആര്യാടൻ ഷൗക്കത്ത് തോറ്റാലേ പിന്നീട് അദ്ദേഹത്തിന് എന്തൊരു വിലപേശ ശേഷി കിട്ടൂ. അതിന് ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കാൻ എന്ത് വേണം? ആര്യാടൻ ഷൗക്കത്തിൻ്റെ വോട്ട് പിടിക്കണം, വോട്ട് കാർന്നെടുക്കണം. അൻവറിൻ്റെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുക. ഇപ്പോൾ ഏറനാട്ടിൽ മത്സരിച്ചാണെങ്കിലും നൗഫൽ പറഞ്ഞു, വയനാട് പാർലമെൻറ്റ് സീറ്റിൽ മത്സരിച്ചാണെങ്കിലും പൊന്നാനിയിൽ മത്സരിച്ചാണെങ്കിലും നിലമ്പൂർ മത്സരിച്ചാണെങ്കിലും അദ്ദേഹം മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥിയായിട്ടാണ്, അല്ലെങ്കിൽ LDF വോട്ടുകൾ ലക്ഷ്യമാക്കിയാണ്. ഏറനാട്ട് മത്സരിച്ച് അദ്ദേഹം LDF വോട്ടിൽ ലക്ഷ്യമാക്കിയാണ്. ആ വോട്ടാണ് അദ്ദേഹം പിടിക്കുന്നത്. നിലമ്പൂർ മത്സരിക്കുമ്പോൾ അദ്ദേഹം ഏത് വോട്ടാണ് കാർവ് ചെയ്യുക? അദ്ദേഹത്തിൻ്റെ ട്രഡീഷണൽ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് LDF വോട്ടുകളാണ്. അത് പിളർത്തുകയാണോ അദ്ദേഹം ചെയ്യുക? അതല്ല ഇനി UDFൻ്റെ വോട്ട് പിടിക്കുകയാണോ ചെയ്യുക? ഇനി വേറൊരർത്ഥത്തിൽ UDFകാർ അദ്ദേഹത്തിന് വോട്ട് ചെയ്തേക്കാം. അതാരാണ്? ഇപ്പോൾ മുമ്പ് നൗഫൽ സൂചിപ്പിച്ചതുപോലെ ആര്യാടൻ ഷൗക്കത്തിനോട് വിരോധമുള്ള വോട്ടുകളുണ്ടാവും. സ്വാഭാവികമായിട്ട് ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്ന, എന്നാൽ UDFന് വോട്ട് ചെയ്യുന്ന UDF വോട്ടർമാരുണ്ടാവും. കാരണം ഇപ്പോൾ ഉള്ള സ്ഥാനാർത്ഥികളിൽ ആര്യാടൻ ഷൗക്കത്തിനുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് മുസ്ലിം ലീഗ് ഒരു കാലത്ത് അകൽച്ച പാലിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ പിതാവിനോടും. അതുകൊണ്ട് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള മുസ്ലിം ലീഗ് വോട്ടേഴ്സ് ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ആൾക്കാരുണ്ടായേക്കാം. അങ്ങനെയുള്ള വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്ത് പിടിച്ചാൽ അതാർക്കാ ഗുണമാവുക? അത് ആര്യാടൻ ഷൗക്കത്തിന് തന്നെ ഗുണമാവുക. അല്ല, അൻവർ പിടിച്ചാൽ ആര്യാടൻ ഷൗക്കത്തിന് തന്നെ ഗുണമാവുക. സ്വരാജിനല്ല വോട്ട് പോകുന്നതെന്ന് വരും. അപ്പോൾ യഥാർത്ഥത്തിൽ അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്തിനു വേണ്ടിയാണെന്ന് അൻവറിന് തന്നെ വിശദീകരിക്കാൻ ബുദ്ധിമുട്ട് വരും. അൻവർ പോയിട്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പറയുകയാണ്, ഞാൻ ഇന്ന കാര്യത്തിനാണ് മത്സരിക്കുന്നത്. എന്ത് കാര്യത്തിന്? ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കാനോ? അതല്ല, പിണറായി വിജയനെ എതിർക്കാൻ വേണ്ടി ഞാൻ മത്സരിക്കുകയാണ്, എന്നെ ജയിപ്പിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് എന്ന ചോദ്യം വരും. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ഇപ്പോൾ ചെന്നുവിട്ടിരിക്കുന്ന ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ്. അത് പ്രതിസന്ധി ഇപ്പോൾ അദ്ദേഹം മത്സരിക്കാതിരുന്നാലും ഈ പ്രതിസന്ധിയുണ്ട്. അദ്ദേഹം ഞാൻ മത്സരിക്കുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വരും? ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണയ്ക്കാൻ വേണ്ടി വരും. അങ്ങനെ ചെയ്യാൻ ഇപ്പോൾ അദ്ദേഹത്തിന് നിവൃത്തിയില്ല. അപ്പോൾ ഇതൊരു സ്വയം കൃതാനർത്ഥം ആണ് എന്നേ പറയാനുള്ളൂ. അതായത് കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യ രാഷ്ട്രീയത്തിലും എവിടെ നോക്കിയാലും രാഷ്ട്രീയത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില ഒരു മര്യാദകളുണ്ട്. നമ്മൾ ഇമ്പൾസ് അനുസരിച്ച് പെരുമാറുകയോ, ട്രംപിന് അതൊക്കെ പറ്റും, കാരണം ട്രംപ് ജയിച്ചു കഴിഞ്ഞിട്ടാണ് അങ്ങനെ പെരുമാറുന്നത്. പക്ഷേ അൻവറിനെ സംബന്ധിച്ച് അൻവർ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിൽ മാത്രം, ഒരു പ്രത്യേക മേഖലയിൽ മാത്രം സ്വാധീനമുള്ളൊരു നേതാവ് മാത്രമാണ്. സ്വയം താൻ ആരാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെയുള്ള ഒരാൾ ഒരു മുന്നണിയിൽ, ഒരു സംസ്ഥാനത്തെ മുന്നണിയിൽ പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെ പെരുമാറണം? തൻ്റെ വികാരത്തിനനുസരിച്ചോ ഇമ്പൾസ് അനുസരിച്ചോ ഒന്നുമല്ല പെരുമാറേണ്ടത്. അതിന് കുറച്ചുകൂടി തന്ത്രങ്ങൾ വേണം. നമ്മൾ തുടക്കം മുതൽ അൻവറിനെ വിലയിരുത്തി തുടങ്ങിക്കഴിഞ്ഞാൽ, അൻവർ തുടങ്ങി വെച്ച ഒരു കലാപം ഉണ്ടല്ലോ, LDFിലിരിക്കുമ്പോൾ നടത്തിയ കലാപം, അതിൽ അദ്ദേഹം ഉയർത്തിവിട്ട ചോദ്യങ്ങൾക്ക് രാഷ്ട്രീയ ഗ്രാവിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ മുഴുവൻ അബദ്ധങ്ങളാണ്. ഒന്ന്, LDFിൽ നിന്ന് MLA ആയി നിന്ന് ഒരു വിഷയം ഉന്നയിക്കുന്ന പോലെയല്ല, അതിൽ നിന്ന് പുറത്തിറങ്ങി രാജിവെച്ചിട്ടിറങ്ങി ഉന്നയിച്ചാലുള്ള പ്രശ്നം. ഒരു ക്രിട്ടിക്കൽ ഇൻസൈഡറായിട്ടൊന്ന് LDFിൽ ഒരു വിഷയം ഉയർത്തുന്നതും അദ്ദേഹം ഒരു പക്ഷേ LDF ഇടാതെ MLA സ്ഥാനം രാജിവെക്കാതെ MLA ആയി തുടർന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങൾ അത് ഫോളോ അപ്പ് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താവുമായിരുന്നു? ഇപ്പോൾ ഇതിനോടകം തന്നെ തൃശ്ശൂർ പൂരം കലങ്ങിയതിനെ സംബന്ധിച്ചും മാമി തിരോധാന കേസും ഉൾപ്പെടെ അത് സ്വർണ്ണ പൊട്ടികൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അന്വേഷണം പുരോഗമിക്കുന്നതിൻ്റെ റിസൾട്ട് വരികയും ചെയ്തേനെ. കാരണം അകത്ത് നിൽക്കുന്ന അൻവറിനെ തൃപ്തിപ്പെടുത്തിയേ മതിയാവും ആഭ്യന്തര വകുപ്പിന്. പക്ഷേ പുറത്ത് നിൽക്കുന്ന അൻവറിന് പുഷ്പം പോലെ തള്ളിക്കളയാൻ പറ്റും. അപ്പോൾ അദ്ദേഹം LDF വിട്ടിറങ്ങിയത് ഒന്നാമത്തെ അബദ്ധം, MLA സ്ഥാനം രാജിവെച്ചത് മറ്റൊരു അബദ്ധം, അദ്ദേഹം UDFിൽ ചേരാൻ ശ്രമിച്ചത് അബദ്ധം എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ചേരാമായിരുന്നു, പക്ഷേ ചേരുമ്പോൾ ആ മുന്നണി മര്യാദകൾ പാലിക്കാതെ പ്രവർത്തിച്ചത് മറ്റൊരു അബദ്ധം. ഇത് യഥാർത്ഥത്തിൽ അൻവർ എപ്പിസോഡ് എന്ന് പറയുന്നത് വരാൻ പോകുന്ന രാഷ്ട്രീയ പ്രവർത്തകരാകാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ഒരു ടെക്സ്റ്റ് ബുക്കാണ് എന്ത് ചെയ്യരുത് എന്ന കാര്യത്തിൽ.